ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. അപ്പോൾ ഇന്നലെ നമ്മൾ ചക്ക ഉണ്ണിയപ്പം 2 ദിവസം മുന്നേ കാണിച്ചല്ലോ. അപ്പോൾ ഇന്ന് ചക്കൻ്റെ കേക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഉണ്ണിയപ്പം ടേസ്റ്റാണ്, അതിലേറെ ടേസ്റ്റ് ചക്കക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് ഓരോ ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഉണങ്ങിയ പാത്രം തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര നിരത്തിയിടുക കേട്ടോ. പാത്രത്തിന് ചുറ്റും നിരത്തിയിടുക. എന്നിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ചൂടായി വരുമ്പം അതിൻ്റെ സൈഡ് ഇങ്ങനെ ബ്രൗൺ കളറിൽ വരുന്നുണ്ടോ. അത്യാവശ്യം ഇങ്ങനെ ബ്രൗൺ കളറിൽ വരുമ്പോൾ തീ ഒന്ന് കുറയ്ക്കുക കേട്ടോ. കുറച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും വട്ടത്തിൽ ഇങ്ങനെ ആ ഒരു ബ്രൗൺ കളർ പരക്കുമ്പോൾ പിന്നെ നമ്മൾ ഫ്ലെയിം സ്ലോ ആക്കിയിടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം മെൽറ്റായതൊക്കെ കരിഞ്ഞ് ആകെ ടേസ്റ്റ് മാറും കേക്കിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ചിടുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരത്തി കൊടുക്കട്ടെ. ഷുഗർ കരാമൽ ചെയ്തത് അങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചക്ക കേക്ക് നിങ്ങൾ എന്തായാലും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായവരൊന്ന് മെസ്സേജ് അയക്കുക. അഭിപ്രായങ്ങൾ മെസ്സേജ് അയക്കും, ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതേപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി ഡിഷുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ് നമ്മളെ ചാനലിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ അത്യാവശ്യം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളത് കംപ്ലീറ്റ് മെറൂൺ കളറായി, വെള്ള കളറൊക്കെ പോയി ഷുഗറിൻ്റെ. പക്ഷേ എന്നാലും നമ്മളത് ഇളക്കി നോക്കുമ്പോൾ അടിയിൽ ആ പഞ്ചസാരയുടെ തരികൾ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഉരുകണം, അല്ലെങ്കിൽ നമുക്കത് കേക്കിലിങ്ങനെ കടിക്കും. അപ്പോൾ ഇപ്പം കണ്ടല്ലോ, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് മെറൂൺ ആവണ വരെ കാത്തു നിൽക്കണ്ട. അത് നമുക്ക് കയ്പ്പ് വരും. ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നിന്ന് മാറുന്നതോട് കൂടി നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം, ചുടുവെള്ളമല്ല പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് വിട്ട് നിന്ന് ഒഴിക്കുക, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അപ്പം നമ്മൾ ഈ ഉരുകി വന്ന ഷുഗർ ഉണ്ടല്ലോ, അതൊന്ന് ഹാർഡായിട്ട് മാറും കേട്ടോ. നല്ലൊരു കട്ടിയായിരിക്കും. അത് കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. അത് നമ്മൾ തീ ഓഫ് ചെയ്യണില്ലല്ലോ. പിന്നെ നമ്മൾ തീ കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അതിൽ കിടന്ന് ചൂടാകുമ്പോൾ അത് പഴയ പോലെ തന്നെ ഫുള്ള് മെൽറ്റാവും കേട്ടോ. അപ്പോൾ നമ്മളത് മെൽറ്റാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് എല്ലാം പഴയ പോലെ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഹാർഡായതൊക്കെ നല്ലോണം ഉരുകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. കംപ്ലീറ്റ് ഉരുകിയിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം തീ ഓഫായി കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ തന്നെ ഇരിക്കും. ഉരുകിയിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഉരുകിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇത് തണുക്കാൻ മാറ്റി വെക്കുക കേട്ടോ. ചൂടോടെ കേക്കിൽ ഒഴിക്കാൻ പറ്റില്ല, നന്നായിട്ട് തണുക്കാൻ മാറ്റി വെക്കുക. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നീട് നമ്മൾ പഴുത്ത ചക്ക എടുത്ത് മിക്സിയിൽ അരക്കുക കേട്ടോ. ആ പൾപ്പ് 1 കപ്പ് വേണം നമുക്ക്. നമ്മൾ ഉണ്ണിയപ്പത്തിന് ചെയ്ത പോലെ തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ. ഇത് വെള്ളം ചേർക്കാതെ പഴുത്ത ചക്കയല്ലേ. അത് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തു. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ഇതിനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പൊടിക്കാത്ത പഞ്ചസാര. അത് മിക്സിയിലിട്ട് പൊടിക്കണം. അത് പൊടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു 3 ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഏത് കേക്ക് ചെയ്യുമ്പോഴും, ബനാന കേക്ക്, ചക്ക കേക്ക്, അതേമാതിരി ക്യാരറ്റ് കേക്ക് ഏത് ചെയ്യുമ്പോഴും നമ്മൾ പഞ്ചസാര പൊടിക്കുമ്പം അതിലേക്ക് ഗ്രാമ്പൂ ചേർത്താൽ ഒരു പ്രത്യേക സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ 3 ഗ്രാമ്പൂ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ മൈദ എടുക്കണം. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും എലൈറ്റിൻ്റെ മൈദയാണ് ഉപയോഗിക്കുക. നമ്മൾ ലൂസ് മൈദ കേക്ക് ഉണ്ടാക്കാൻ ഒഴിവാക്കുക. കാരണം മൈദ നന്നായാലേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ സാധാ മൈദകളേറെ കുറച്ച് പ്രൈസ് കൂടുതലുണ്ടാവും ഈ മൈദക്ക്. എങ്കിലും കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടാൻ നമുക്ക് എപ്പോഴും പാക്കഡ് മൈദയാവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് സ്ഥിരം ഉപയോഗിക്കൽ.
അപ്പോൾ നമ്മൾ അത് അളന്നെടുത്ത് 1 കിലോ കേക്കാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് മൈദ മതി കേട്ടോ. ഞാനൊരു 2 കേക്ക് ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. നിങ്ങൾ 1 കിലോ കേക്കിന് 1 കപ്പ് മൈദ കറക്റ്റ് അളവായിരിക്കും കേട്ടോ. അപ്പോൾ മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ചേർത്ത് 3 പ്രാവശ്യം തരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ടിന്നൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. മൈദ തരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം തരിക്കണം. എന്നിട്ട് നമ്മളിതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ടിന്നിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബട്ടർ പേപ്പർ അതിൻ്റെ അതേ അളവിൽ മുറിച്ചിട്ട് നമ്മൾ ആ ടിന്നിൽ സെറ്റ് ചെയ്യുകയാണ്. ഇനി ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ലേശം മൈദ തൂവിയിട്ട് എല്ലാ വശത്തും ആക്കിയിട്ട് അതൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം നമുക്ക്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഒരു സൈഡിലേക്ക് മാറ്റി എല്ലാം സെറ്റാക്കി. ഇനി നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ കേക്ക് 2 മുട്ട ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, ചെറിയ മുട്ടയായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 എടുത്തതാണ്. അല്ലെങ്കിൽ 2 മുട്ട മതി കേട്ടോ. 1 കിലോ കേക്കിൻ്റെ അളവാണ് പറയുന്നത്. അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ആക്കിയിട്ട്, ഞാനിത് ബീറ്റർ ഉണ്ടായതുകൊണ്ട് ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നത്. ബീറ്റർ നിങ്ങളെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, മിക്സിയിലും ചെയ്യുക ഈ കേക്ക് കേട്ടോ. നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി മുട്ടയും പഞ്ചസാരയും. ഏറ്റവും കൂടുതൽ സ്പീഡിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഇതിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബീറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുത്തു. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം സ്പീഡ് കുറച്ച് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയിലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ജസ്റ്റ് നല്ലോണം പതച്ചിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ, ആ ചക്കയുടെ പൾപ്പ് ഇതിലിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക കേട്ടോ. മിക്സിയിലാണ് അടിച്ചതെങ്കിൽ ആ മുട്ടയുടെ കൂട്ടി പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം ഇനി ഇങ്ങോട്ട് പറയുന്ന പ്രോസസ്സിങ് ചെയ്യാൻ കേട്ടോ. ചക്കയ്ക്ക് മിക്സ് ആക്കിയിട്ട് നമ്മൾ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അത് ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നായിട്ട് കുത്തി ഇളക്കരുതേ, കേക്ക് നന്നാവില്ല. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വട്ടത്തിൽ തുടങ്ങിയോടത്ത് തന്നെ അതിൻ്റെ ആ കയ്യിലെത്തിക്കുക. പിന്നെ നടുക്ക കൂടി ഇങ്ങനെ വരഞ്ഞ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡർ എന്ന് പറയുമല്ലോ, ആ ഒരു മെത്തേഡിൽ പതുക്കെ വേണം കേട്ടോ മാവ് ഇളക്കിയെടുക്കാൻ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സ്പീഡ് തോന്നിയാലും നമ്മൾ ഏറ്റവും പതുക്കെ സാവധാനം ചെയ്യണം. ഞാൻ ഈ കാണിക്കുന്ന അതേ ഒരു ഷേപ്പിൽ വേണം കേട്ടോ ഇളക്കിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കേക്ക് പൊങ്ങൂല, സോഫ്റ്റ് ആവില്ല. മുട്ടയുടെ കൂട്ട് നന്നായിട്ട് അടിയിലേക്ക് പോയാൽ പിന്നെ നമ്മൾ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ കരാമൽ ചെയ്ത ഷുഗർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ ഈ സമയത്ത് നമുക്ക് നട്ട്സ് ചേർക്കാം. ഞാനത് മറന്നുപോയി, എടുത്തു വെച്ചിട്ടുണ്ട്, മറന്നുപോയി. അപ്പോൾ ഞാൻ എന്താട്ടി ആ കൂട്ട് ടിന്നിലേക്ക് ഒഴിച്ചപ്പോഴാണ് എനിക്കത് ഓർമ്മയായത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് നുറുക്കിയതാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അതിലിട്ടിട്ട് ഞാൻ മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ടിന്നിലാക്കിയപ്പോൾ മെല്ലെ അങ്ങോട്ട് ആക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ മീതെ ഒരു ഭംഗിക്ക് വേണ്ടി വെളുത്ത എള്ളും വിതറിയിട്ട് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഓവനാണെങ്കിൽ നമ്മൾ 160 ഡിഗ്രിയിൽ ഇട്ടുങ്ങാണ്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ടോപ്പറിലും വെക്കാം കേട്ടോ.